മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണ് ഇന്നും നാളെയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഉടൻ കേരള ഹൗസിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ സമരം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സിബി, കേന്ദ്ര തലത്തിലേക്ക് വയനാടിൻ്റെ പ്രതിഷേധം എത്തിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? ജംഷാദ്, ഇപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരായ LDFിൻ്റെ വയനാട്ടിലെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. കേരള ഹൗസിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജന്തർ മന്ദറിലേക്കാണ് പ്രതിഷേധം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും കേന്ദ്ര സഹായം നൽകാൻ തയ്യാറായിട്ടില്ല. 2000 കോടി രൂപയുടെ പാക്കേജ് അടക്കം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടാതെ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലും ഈ SDRF ഫണ്ടിൽ എല്ലാ നിലയും ഇത്തരത്തിലൊരു സമീപനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഗണന നൽകിയിട്ടില്ല. ഇതേ തുടർന്നാണ് വയനാട് ജനത തന്നെ ഇപ്പോൾ ദില്ലിയിലെത്തി ഒരു വലിയ സമരമുഖത്തേക്ക് എത്തുന്നത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു ജന്തർ മന്ദറിലേക്കുള്ള സമരം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാ നിലയും ഈ സമരത്തിൽ പങ്കെടുക്കും. ഇതിൽ കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണനാണ് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുക. ഇന്നും നാളെയുമായി 2 ദിവസം രാപ്പകൽ സമരമാണ് LDF തീർക്കുന്നത്. അതുകൂടാതെ രാജ്യസഭാ MPമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ MP അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. LDF നേതാക്കളായ ആനി രാജ അടക്കമുള്ള നേതാക്കളുണ്ട്. ജില്ലയിലെ പ്രമുഖപ്പെട്ട സംസ്ഥാന CPMൻ്റെ സംസ്ഥാന സമിതി അംഗവും വയനാട്ടിലെ ജില്ലാ കൺവീനർ കൂടി LDFിൻ്റെ ജില്ലാ കൺവീനർ കൂടിയായ CK ശശീന്ദ്രൻ, CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായ റഫീഖ് അടക്കമുള്ള നിരവധി പ്രമുഖ നേതാക്കൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടുന്നുണ്ട്. അതുകൂടാതെ കിസാൻ സഭയുടെ P കൃഷ്ണപ്രസാദ് അടക്കമുള്ള നേതാക്കളും ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുന്നു. ഇപ്പോൾ ജന്തർ മന്ദിറിലേക്ക് ഈ സമരം പ്രവേശിക്കുകയാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട ഉച്ചവരെ ഈ ഒരു സമരം 1 മണിവരെ ഈ ജന്തർ മന്ദിറിൽ ഈ സമരം തുടരുകയും ചെയ്യും. പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ അവഗണനയ്ക്കെതിരെയാണ് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ വയനാട് ജനതയ്ക്ക് സമരവുമായി ദില്ലിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരമുഖത്തേക്ക് ഇപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിരവധി ആവശ്യങ്ങൾ 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വയനാട് ജനത ഈ വയനാട് ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട ആളുകൾ പോലും ഈ ഒരു സമരത്തിന് ഭാഗമാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സമരമുഖത്തേക്ക് ഇപ്പോൾ വയനാട്ടിലെ ജനത എത്തിയിരിക്കുകയാണ്. വയനാട്ടിലെ LDFിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഇപ്പോൾ കേരള ഹൗസിൽ നിന്നും ഇവർ ഈ ജന്തർ മന്ദിറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു സമര പരിപാടികൾ, യോഗങ്ങളെല്ലാം തന്നെയും ആരംഭിക്കും. ഈ യോഗത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം 165ഓളം വളണ്ടിയർമാരാണ് ഈ കേരളത്തിൽ നിന്നും വയനാട്ടിൽ നിന്നും ഈ ഒരു സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിലയും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിസാൻ സഭയുടെ ഫിനാൻസ് ജനറൽ സെക്രട്ടറിയായ P കൃഷ്ണപ്രസാദ് ജിരിയാണ്. ഈ ഒരു സമരത്തിലേക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഒന്ന്, ഈ രാജ്യം ഒരു ബഹുദേശീയ രാജ്യമാണ്. ഒരു ദേശീയത മാത്രമല്ല ഇന്ത്യയിലുള്ളത്. മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ബഹുദേശീയ രാഷ്ട്രമാണ്. ഇവിടെ BJPയുടെ ദേശീയ വീക്ഷണമാണ് പാകപ്പഴയുണ്ടാകുന്നത്. എല്ലാ ദേശീയതകളെയും ഒരുപോലെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായി തെറ്റായ ഒരു നയം നടപ്പിലാക്കുകയാണ്. ആ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ 298 ആളുകൾ കൊല്ലപ്പെട്ട ഒരു ദുരന്തത്തിന് ഒരു രൂപ പോലും അവർ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായില്ല എന്നത് കേരളത്തിലെ BJPക്കാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും വലിയ രൂപത്തിൽ പ്രതിഷേധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രതിഷേധമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇതിൽ കേവല കക്ഷരാഷ്ട്രീയമല്ല, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ദേശീയതയും സംരക്ഷിക്കാൻ എല്ലാ ദേശീയതകളെയും എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന മനോഭാവത്തിലേക്ക് പ്രധാനമന്ത്രി വരേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായും അജുംഷാദ് അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു ഒരു സമരത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വയനാട് ജനതയ്ക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വയനാട്ടിൽ ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകൾ പോലും ഈ ഒരു സംഘത്തിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും എല്ലാം നിലയും തുടരുന്ന ഈ ഒരു അവഗണന ഇനിയെങ്കിലും ഈ സാധാരണപ്പെട്ട രീതിയിൽ ആ ദുരിതത്തിന് ഇരയായ ആളുകൾക്ക് വേണ്ടി കണ്ണു തുറക്കണം അധികാരികൾ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജന്തർ മന്ദിറിൽ ദില്ലിയിൽ തന്നെ അവർ നേരിട്ട് സമരം നടത്തുന്നത്. നമുക്കറിയാം
നിരവധി തവണ കേരളം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. നമ്മുടെ ധനമന്ത്രി തന്നെ നിരവധി തവണ വന്ന് എത്തിയിരുന്നു. കേരളത്തിലെ എംപിമാർ നിരവധി തവണ നിവേദനം നൽകിയിരുന്നു. പക്ഷേ അപ്പോഴിൽ ഒന്നും തന്നെയും പരിഗണിക്കാതെ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പോലും പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസം SDRFിൻ്റെ പ്രത്യേകമായ ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ അവിടെയും ബീഹാറും ആന്ധ്ര പോലെ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ അവിടെയും കേരളത്തോട് പൂർണ്ണമായും അവഗണന നേരിടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ നിലയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു വലിയ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഇത്തരത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും LDFിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സമരം ഇപ്പോൾ ജന്തർ മന്ദിറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജിംഷാദ്. തീർച്ചയായും LDFിൻ്റെ വലിയ പ്രതിഷേധ തിരമാലയാണ് ഇപ്പോൾ ദില്ലിയിൽ ജന്തർ മന്ദറിൽ ആഞ്ഞടിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ കൂടിയാണ് സമരം ശക്തി പ്രാപിക്കുന്നത്. 165 വോളണ്ടിയർമാരാണ് വയനാടിൻ്റെ പ്രതിഷേധം, കേരളത്തിൻ്റെ പ്രതിഷേധം ദില്ലിയിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് നൽകിയത്.